സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് LDF തത്വത്തിൽ തീരുമാനമെടുത്തതായി സൂചന. നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കയ്യിൽ ലഭിക്കുന്ന വിധത്തിലായിരിക്കും പ്രഖ്യാപനം. 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് തീരുമാനമെന്നും എന്നാൽ 200 രൂപയായിരിക്കും ആദ്യം വർദ്ധിപ്പിക്കുക എന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി പിന്നീട് 200 രൂപ കൂടി വർദ്ധിപ്പിക്കുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് തന്നെയാണ് ധാരണയത്രേ. ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കും. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 2500 രൂപയിലേക്ക് തന്നെ ജനുവരിയോടെ ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ 2025 തന്നെ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നതാണ് ഇടതു സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. നിലവിൽ 1600 രൂപയാണ് പെൻഷൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്നതുകൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പുതിയ നീക്കം. സംസ്ഥാനത്ത് 63 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് ഉള്ളത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന നീക്കങ്ങളും സർക്കാർ വേഗത്തിൽ നടത്തുന്നുണ്ട്. പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുകയാണ് ആദ്യം ചെയ്യുക. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. സുപ്രധാന തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. DA വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. കഴിഞ്ഞ സർക്കാരും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപായി ജീവനക്കാരുടെ കൈകളിൽ എത്തിച്ച് വാക്കുപാലിച്ചിരുന്നു. അനൌദ്യോഗികമായി ശമ്പള കമ്മീഷൻ പഠനങ്ങൾ പൂർത്തീകരിച്ചതായും സൂചനയുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാത്രം കൂട്ടുന്നത് ജനവികാരം എതിരാകാനുള്ള സാധ്യതയുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷനും തൊട്ടു പിന്നാലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിപ്പിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുകയാണ് ആദ്യം ചെയ്യുക. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. കമ്മീഷന്റെ ശുപാർശ പ്രകാരമായിരിക്കും തുടർ നടപടികൾ. കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചാൽ ശുപാർശ നടപ്പാക്കുന്നതിലേക്ക് കടക്കും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുക്കിയ ശമ്പളം കയ്യിലെത്തുമോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും സമാനമായാണ് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പദ്ധതികളും നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനത്തിനും സാധ്യതയുണ്ട്. കുടിശ്ശിക PF-ൽ ലയിപ്പിക്കാനുള്ള ആലോചനയും നടക്കുന്നു. ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ക്ഷാമബത്ത തുടങ്ങിയ കാര്യങ്ങളിൽ വൈകാതെ സർക്കാർ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി അടുത്ത മാസത്തിൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 1 പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന സുപ്രധാന പ്രഖ്യാപനത്തിനായാണ് സമ്മേളനം ചേരുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പായി പൊതുജന വിശ്വാസം നേടിയെടുക്കുന്നതിനായി ചില പ്രഖ്യാപനങ്ങൾ കൂടി ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടെ പ്രതിസന്ധിയിലായത് പ്രതിപക്ഷമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പെട്ടതാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മര്യാദകേടാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രസ്താവന ഇതിന്റെ തെളിവാണ്. പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ അനുകൂലിക്കാനും എതിർക്കാനും സാധിക്കാത്ത പ്രതിസന്ധിയിലാണ് നിലവിൽ പ്രതിപക്ഷം. എതിർത്താൽ പാവങ്ങൾക്ക് ലഭിക്കുന്നതിനെ എതിർക്കുന്നുവെന്നത് ജനവികാരം എതിരാക്കുമെന്നതും UDF-നെ തൃശങ്കുവിലാക്കിയിരിക്കുകയാണ്. എന്തായാലും സർക്കാർ അടുത്ത മാസങ്ങളിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഊന്നൽ നൽകുക എന്നതിൽ തന്നെ പ്രതിപക്ഷം അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതും കൗതുകമായിരിക്കും.